വെൽക്കം ടു സുഷി സെൽഡി കിച്ചൺ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങയുടെ സീസൺ ആണ്. മാംഗോ കൊണ്ടുള്ള വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള നമ്മളുടെ മാംഗോ ഐസ്ക്രീം ആണ്. കുട്ടികൾക്കെല്ലാം ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് ഐസ്ക്രീം. ചൂട് സമയമാണ്. സമ്മറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് തണുത്ത ഐസ്ക്രീം, കുൽഫി, ഐസ് സ്റ്റിക്സ്, ഇതൊക്കെ. അപ്പം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒന്നാണ് ഐസ്ക്രീംസ്. അപ്പൊ അത് വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഒരുപാട് നല്ലത്. 2 ഐറ്റംസ് മതി ഈ ഐസ്ക്രീം ഉണ്ടാക്കി എടുക്കാനായിട്ട്. ഒന്ന്, നല്ല പഴുത്ത മാങ്ങയും. 2, നമുക്ക് ഫ്രഷ് ക്രീം വേണം. ഫ്രഷ് ക്രീം യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യാം. അതുമല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ഫാറ്റ് കോക്കനട്ട് മിൽക്ക് നമുക്ക് ടിന്നിൽ അവൈലബിൾ ആയിരിക്കും. ടിന്നിൽ അവൈലബിൾ ആണ് കോക്കനട്ട് മിൽക്ക് മാർക്കറ്റിൽ വാങ്ങാനായിട്ട്. അപ്പം ആ കോക്കനട്ട് മിൽക്ക് നമുക്ക് ആഡ് ചെയ്യാം. അതുമില്ല എന്നുണ്ടെങ്കിൽ ഹങ്കർഡ് ആഡ് ചെയ്യാം മാംഗോയുടെ കൂടെ ക്രീമിന് പകരം. ഹങ്കർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എന്റെ കർഡ് സാൻഡ്വിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കാണാൻ മറക്കരുത്. അതിൽ കാണിച്ചിട്ടുണ്ട്. കർഡ് ഒട്ടും, അതായത് തൈര് ഒട്ടും പുളിയില്ലാത്ത കട്ട തൈര്, വെള്ളമൊട്ടുമില്ലാത്ത കട്ട തൈര് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഹങ്കർഡ് ഉണ്ടാക്കാവുന്നതെന്ന് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ആ നമ്മളുടെ ഹങ്കർഡ് കൊണ്ട് നമുക്ക് ക്രീമിന് പകരം ആ കർഡ് യൂസ് ചെയ്തിട്ടും നമ്മൾക്ക് വളരെ ടേസ്റ്റി ഡിലീഷ്യസ് ആയിട്ട് ഈ മാങ്ങ കൊണ്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കാവുന്നതാണ്. Hey friends, today I'm going to make a very tasty, delicious yet very simple and homely, easy and quick mango ice cream at home. So let's try how to make. Thank you so much for watching. Keep watching, keep sharing, keep subscribing. If you haven't subscribed yet, please don't forget to subscribe, and thank you so much for watching. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകളും സബ്സ്ക്രിപ്ഷൻസുമാണ് ആവശ്യം. സബ്സ്ക്രിപ്ഷൻസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽ ഐക്കൺ കൂടി വരും. അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള നമ്മളുടെ ഹോം മെയ്ഡ് മാംഗോ ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. ആകെ നമുക്ക് ഒരു 2 ഐറ്റംസ് മതി നമുക്ക് ഈ മാങ്ങ കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കി എടുക്കാനായിട്ട്. ഞാനിവിടെ നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഐസ്ക്രീമിന് നാരില്ലാത്ത പഴുത്ത മാങ്ങ എടുക്കുക. നല്ല മധുരമുള്ള മാങ്ങ എടുക്കുക. ഒരുവിധം നല്ലതുപോലെ പഴുത്ത മാങ്ങ എടുക്കാം. അതൊന്നും പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി അളിഞ്ഞ മാങ്ങയായിരിക്കരുത്. അപ്പോൾ നമ്മളത് അടിച്ചെടുക്കുമ്പോൾ അറിയാൻ പറ്റൂല അത് ശരിയായില്ലെങ്കിൽ. ചില മാങ്ങയ്ക്ക് ഭയങ്കര ഒരുതരം സ്മെല്ലൊക്കെ ഉണ്ടാവും. ലൈക്ക് നമ്മൾ കഴിക്കാൻ പറ്റും അത്, പക്ഷെ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആകരുത്. ഈ അരിഞ്ഞെടുത്ത മാങ്ങ നമുക്ക് വേണമെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പം കുറച്ചുകൂടെ കട്ടി കിട്ടും ആ ഐസ്ക്രീമിന്റെ ബേസിന്. അപ്പൊ ഇത് ഞാനിപ്പം ഡയറക്റ്റ് അടിച്ചെടുക്കുകയാണ്. കാരണം നമ്മൾ അടിച്ചെടുത്തിട്ട് ഓൾറെഡി റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഒരു 5-6 മണിക്കൂർ. അപ്പൊ ഇതിന്റെ കൂടെ ഞാനിപ്പോൾ ചേർക്കാൻ പോണത് ഫ്രഷ് ക്രീമാണ്. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ മാംഗോ കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേറെ 3 രീതിയിൽ ഉണ്ടാക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. അനദർ ഓപ്ഷൻ, നമുക്ക് ഫുൾ ഫാറ്റ് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം. ഇതിന് പകരം നമ്മൾ സാധാരണ പിഴിഞ്ഞെടുക്കുന്ന തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന പാലല്ല, അത് ഫുൾ ഫാറ്റ് കോക്കനട്ട് മിൽക്ക് നമുക്ക് ടിന്നിൽ മാർക്കറ്റിലൊക്കെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. നമ്മൾക്ക് ഫുൾ ഫാറ്റ് മിൽക്ക്, അതായത് നമ്മളുടെ ഫുൾ ഫാറ്റ് ഫുൾ ക്രീം പാല് ചൂടാക്കി തിളപ്പിച്ചിട്ട് അത് എത്രയും ക്വാണ്ടിറ്റി ഉണ്ടോ അതിന്റെ പകുതി ക്വാണ്ടിറ്റി ആക്കി എടുക്കുക തിളപ്പിച്ച്. അപ്പം കട്ടിയുള്ള നമ്മൾക്ക് പാല് കിട്ടുന്നതായിരിക്കും കുറേ ഏറെ തിളപ്പിച്ച് കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് ഈ മാങ്ങയൊന്ന് അടിച്ചെടുക്കാം. ഇത് നല്ല മധുരമുള്ള മാങ്ങയാണെന്ന് കരുതി ഞാൻ വാങ്ങിയതാണ്. കാണാൻ നല്ല മധുരം ഉണ്ടെങ്കിലും നല്ല ഫ്ലേവറൊക്കെയാണ്. പക്ഷേ ഇത് ഞാൻ കഴിച്ചു നോക്കി, ഒരുപാട് മധുരം ഇല്ലാത്ത മാങ്ങയാണ് എനിക്ക് കിട്ടിയത്. ഇത് നോർമലി നമ്മളുടെ ആ പാകിസ്ഥാനി മാങ്ങോ, അപ്പൊ അതിന് ഭയങ്കര മധുരമായിരിക്കും. പക്ഷെ ഇതിലൊട്ടും മധുരമില്ല ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ. അപ്പൊ എന്താണ് ചെയ്യുക, നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക്, അപ്പൊ നമ്മൾക്ക് ആദ്യമേ കട്ട് ചെയ്തൊന്നും നോക്കാൻ പറ്റൂലല്ലോ ഷോപ്പില്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് ഒരുപാട് മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മധുരമുള്ള ഐസ്ക്രീമാണ് ഇഷ്ടം. അപ്പം അവരുടെ ടേസ്റ്റിനനുസരിച്ച് ഒന്നുകിൽ ഷുഗർ ആഡ് ചെയ്യാം. അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അറൌണ്ട് 150 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. കാരണം ഇതിനകത്ത് മാങ്ങയ്ക്ക് നല്ല മധുരം ഇല്ല. അപ്പം ഈ സ്വീറ്റ്നർ ആഡ് ചെയ്യുന്നത് ഓപ്ഷണലാണ്. അത് ഞാൻ സ്പെഷ്യലി പറയാം. നല്ല മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മധുരം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ
ഒരു കാര്യവുമില്ല ഇത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഞാനിവിടെ ആഡ് ചെയ്യാൻ പോണത് കുറച്ച് ഫ്രഷ് ക്രീമാണ്. ഇതിപ്പോൾ ഞാൻ ഫുൾ ആഡ് ചെയ്യുന്നില്ല, ഒരുപാട് അങ്ങ് ലൂസായി പോകരുതല്ലോ. അപ്പം ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോണതിന് ഒരല്പം കാർഡമം പൗഡർ. ഈ കാർഡമം പൗഡർ ആഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഈ ഏലക്കാപ്പൊടി ആഡ് ചെയ്തത് ഇതിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഓരോ ഫ്ലേവർ കിട്ടാറുണ്ട്. എനിക്ക് ഈ ഏലക്കയുടെ പൊടി ഭയങ്കര ഇഷ്ടമാണ്, അതിന്റെ ആ സ്മെല്ല്. പക്ഷെ കുട്ടികൾക്കോ ചിലർക്കോ ഒന്നും ഈ കാർഡമം പൗഡർ ഇഷ്ടമായിരിക്കില്ല അല്ലേ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്കൊന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ട് വരാം. മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് കറക്കിയെടുത്ത് നല്ല ഒരു ഫൈൻ സ്മൂത്തി ആക്കിയിട്ട് വരാം. നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തു. നല്ലതുപോലെ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പം നല്ലൊരു മണമാണ്. ഇപ്പം നമ്മൾ മാംഗോ ഷേക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഇലക്കൊക്കെ ഇട്ടിട്ട് അതുപോലെ നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. അപ്പോൾ ആ ക്രീമിൻ്റെയൊക്കെ അപ്പോൾ നമുക്കിതെന്ത് ചെയ്യണം, നമുക്കിത് ഒരു ഇതുപോലെ നമുക്ക് ഐസ്ക്രീം എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു വെക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ ഇനി എന്ത് ചെയ്യണം, ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇത് നമ്മളിനി അടച്ച് ഫ്രീസറിൽ വെക്കണം ഒരു 5 to 6 hours. ഞാനൊരു 6 hours അല്ലെ 7 hours കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചെറിയ പീസസുകളാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് എഗെയിൻ ഇത് മിക്സിയിലിട്ടൊന്ന് അടിക്കണം. അപ്പോഴത് കുറച്ചുകൂടെ കട്ടി തിക്ക് ക്രീമി ആ ഐസ്ക്രീമിന്റെ ബാറ്റർ ഇതുപോലെ ആകും. ആ ഒരു ടെക്സ്ചർ ആവും ഐസ്ക്രീമിന്റെ, കുറച്ചുകൂടെ തിക്ക് ക്രീമി ആയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പിസ്ത കട്ട് ചെയ്തതും കൂടെ വേണം ചെറുതായിട്ട്. ഞാൻ ഈ ഐസ്ക്രീമിൻ്റെ ബാറ്റർ നമ്മൾ അടിച്ച് വെച്ചില്ലേ, നമ്മൾ മാംഗോയും ക്രീമും കൂടെ അടിച്ച് നമ്മൾ ഫ്രീസറിൽ വെച്ചു. ഞാനൊരു 7 to 8 hours ഇപ്പം ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇപ്പം ഇത് പുറത്തെടുത്തിരിക്കുന്നത്. ഈ സമയത്ത് നമുക്കിത് ഡയറക്റ്റ് ഐസ്ക്രീമായിട്ട് ഇപ്പം കഴിക്കാവുന്നതാണ്, യൂസ് ചെയ്യാം. പക്ഷേ ഐസ്ക്രീമിൻ്റെ യഥാർത്ഥ ടെക്സ്ചറും ആ ഫോമും ആ ഒരു ടേസ്റ്റും കിട്ടണമെങ്കിൽ ഇത് ഒന്നുകൂടി നമ്മൾ അടിച്ച് നല്ല ക്രീമി ഫോമാക്കി നമ്മളിത് എഗെയിൻ ഒന്ന് ഒരു 7-8 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. അപ്പോൾ അതിന് ഞാനിവിടെ നമ്മളിതിപ്പം കട്ട് ചെയ്യാൻ പോവുകയാണ് ചെറിയ പീസസുകളായിട്ട് കട്ട് ചെയ്തിട്ടേ നമ്മൾ മിക്സിയിലിട്ട് അടിക്കാവൂ. കാരണം ഇപ്പം ഇതിൽ ഐസാണ്. അപ്പം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഈ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇത് രണ്ടാമത് അടിച്ചെടുക്കുന്നതിന് സമയത്ത് ഇത്രയും സമയം കൊണ്ട് ഇതിൻ്റെ ഐസ് വിട്ടു പോകരുത്. പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അടിച്ചെടുക്കണം ഇത് മിക്സിയിൽ. ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പുറത്തെടുത്തിപ്പോൾ ഇത് വെക്കുന്നതിന് മുന്നേ ഒരു 6-7 മിനിറ്റെങ്കിലും പുറത്ത് വെക്കണം ഫ്രീസറിൽ നിന്നെടുത്ത്. എന്നിട്ടേ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റൂ, അല്ലെ ഇതിൻ്റെ ഐസ് പോകത്തില്ല, ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ ഒരു 7-8 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് വേണം ഇതുപോലെ ചെറിയ പീസസുകളായിട്ട് കട്ട് ചെയ്യാൻ. അപ്പോൾ ഒത്തിരി വലിയ പീസസുകളായിട്ട് കട്ട് ചെയ്താൽ മിക്സിയിൽ കറക്കാൻ ബുദ്ധിമുട്ടാവും. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, കുറേശ്ശെ പീസുകളെ ഇട്ട് കൊടുക്കാവൂ, ഒത്തിരി പീസുകളെ ഇട്ട് കൊടുക്കരുത്. അപ്പം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒന്നുകൂടി ഞാനിത് കംപ്ലീറ്റ് കട്ട് ചെയ്തു. പതുക്കെ നമ്മൾ കുറേശ്ശെ പീസ് ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഒത്തിരി വലിയ പീസുകളാക്കരുത് കേട്ടോ. എൻ്റെ ഇതിപ്പോൾ ഇച്ചിരി വലിയ പീസുകളായിപ്പോയി. കുറച്ച് ചെറിയ കുഞ്ഞു പീസുകളായിട്ട് ഇടുക, അല്ലെങ്കിൽ ബ്ലേഡൊന്നും അത് കറക്കാനതിന് ബുദ്ധിമുട്ടാകും. ഈ സമയത്ത് ഇത് നമ്മൾ കറക്കുമ്പോൾ ഭയങ്കര തിക്ക് ഫോമിലായിരിക്കും ഇരിക്കുന്നത്, ശരിക്കും ഐസ്ക്രീമിൻ്റെ ആ ഫോമിൽ. അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് കറക്കരുത്. ഇത് അരയ്ക്കുന്ന ബട്ടൺ വെച്ചിട്ട് നമ്മൾ ആ പൾസ് ബട്ടൺ അല്ലെങ്കിൽ അരയ്ക്കുന്ന ബട്ടൺ ഒന്ന് നിർത്തി പതുക്കെ കറക്കി കൊടുത്ത് വേണം ഇതൊന്ന് അടിച്ചെടുക്കാൻ. അപ്പം ഇത് നമുക്ക് പതുക്കെ ഒന്ന് കറക്കി കൊടുത്ത് ഈ കംപ്ലീറ്റ് പീസസുകളും ഇതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ശരിക്കും ഒരു നല്ല ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും. ഇത് നല്ലൊരു ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറായിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഫുൾ അതുപോലെ തന്നെ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നല്ല ക്രീമി ടെക്സ്ചറായിട്ട് ദേ വന്നു. ഞാനിവിടെ ഇതൊന്ന് അടിച്ചെടുത്തു. അതായത് നമ്മൾ ശരിക്കുള്ള ആ ഐസ്ക്രീം പോലെയാണ് ഇപ്പോൾ ഇത് ആയിരിക്കുന്നത്. ഒന്ന് നല്ലതുപോലെ കംപ്ലീറ്റ് അതൊന്ന് ഉടയുന്നത് വരെ ഒന്ന് പതുക്കെ കറക്കി കൊടുത്ത് എടുത്തു ഇവിടെ. ഇനി ഇതിലോട്ട് നമുക്കൊരൽപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന, വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന
പിസ്തയാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പം മാംഗോ ഐസ്ക്രീം അല്ലെങ്കിൽ മാംഗോ കുൾഫി അതിൻ്റെ കൂടെ പിസ്തയുടെ കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് പക്ഷേ ഓപ്ഷണലാണ്. നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട. നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫ്രീസറിൽ വെക്കാം. പക്ഷേ പിസ്ത ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് കോമ്പിനേഷൻ നല്ല ആയതുകൊണ്ടാണ് ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്ത് പിസ്ത ആഡ് ചെയ്തത്. ഇനി നമുക്കിത് ഐസ്ക്രീം സെറ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ, അതായത് ഒരു നമ്മളുടെ ബോളോ അങ്ങനെ എന്തെങ്കിലും ഐസ്ക്രീം എടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ബോളിലോട്ടെങ്ങാണ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇത് നമ്മൾ ഐസ്ക്രീം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഞാനൊരു ബോളിലോട്ട് ആക്കിയിട്ടുണ്ടിത്. ഇനി നമുക്കിത് ഫ്രീസറിലോട്ട് ഒരു 7 to 8 hours നമുക്കിതൊന്ന് വെക്കണം. നല്ലതുപോലെ ഉറയ്ക്കണം. ഒരു 8-9 മണിക്കൂർ വെച്ചോളൂ, കുഴപ്പമില്ല. ചിലപ്പോൾ 6-7 മണിക്കൂർ വെച്ചാൽ ഇത് ഉറയ്ക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് 8-9 മണിക്കൂറെങ്കിലും നമ്മൾ ഇത് കുറഞ്ഞത് നമുക്ക് ഫ്രീസറിൽ വെക്കണം. അപ്പോഴത് നമുക്ക് എന്നിട്ട് അപ്പോൾ നമ്മളുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് കുറഞ്ഞതൊരു 8-10 മിനിറ്റ് പുറത്ത് വെച്ചിട്ടേ നമ്മളിത് എടുക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ ഈ സ്കൂപ്പ് കൊണ്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് വലിയ എക്സ്പേർട്ടൊന്നും അല്ല ഞാൻ. അപ്പോൾ അത് ചിലപ്പോൾ ഐസ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കൂപ്പും കൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് പുറത്തെടുത്ത് ഒരല്പനേരം ഒന്ന് വെക്കുക, ഒരു 7-8 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കൊണ്ട് എടുക്കാൻ പറ്റുള്ളൂ. കുറഞ്ഞതൊരു 8-9 മിനിറ്റ് വെച്ചാലേ ആ സ്കൂപ്പിനകത്തോട്ട് അതിങ്ങനെ ഐസ്ക്രീം പോലെ ഇളകി വരുവുള്ളൂ ഇതുപോലെ. അപ്പം വലിയ എക്സ്പേർട്ടൊന്നും അല്ല എന്നുണ്ടെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ടാവും. ഞാൻ സ്കൂപ്പും കൊണ്ടൊക്കെ ഐസ്ക്രീം ഇങ്ങനെ എടുക്കാൻ വലിയ എക്സ്പേർട്ടല്ല. ഇതിൻ്റെ ഐസ് ഇപ്പോഴും വിട്ടിട്ടില്ല കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എടുക്കാൻ, ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ഇച്ചിരിയും കൂടെ കുറച്ച് നേരം കൂടെ പുറത്തിരുന്നാൽ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അപ്പോഴത്തേക്ക് മെൽട്ടായി പോയാലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങ് എടുത്തത്. അപ്പം നമുക്ക് ഐസ്ക്രീം ഇതുപോലെ സെർവ് ചെയ്യാവുന്നതാണ് ഇനി. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ഡിലീഷ്യസ് മാംഗോ ഐസ്ക്രീം ഈസ് റെഡി. അപ്പോൾ ഇനി നമ്മൾക്ക് അല്പം പിസ്ത കൊണ്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത പിസ്ത കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യുക. നിർബന്ധമില്ല, ജസ്റ്റ് ഓപ്ഷണലാണ്. കാണാൻ ഭംഗിയാണ്. സെർവ് ചെയ്യുന്നതിന് മുന്നേ മേളിൽ 1-2 പീസ് പിസ്ത വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. Hope everyone likes today's easy and simple mango ice cream recipe. എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ടേസ്റ്റി ഡിലീഷ്യസ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി മാംഗോ ഐസ്ക്രീം ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മാങ്ങയുടെ സീസണൊക്കെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. If you haven't subscribed yet, please don't forget to subscribe my channel. Thank you so much for watching. Keep sharing, keep subscribing. Thank you. Eat healthy, stay healthy. Thank you.